വെൽക്കം ബാക്ക് ടു ഡേ 3 ഓഫ് എജു ഓൺ മാത്സ് ചലഞ്ച്. അതായത് നമ്മൾ RRB എക്സാംസിന് വേണ്ടിയിട്ടുള്ള 21 ഡേ ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇതുള്ളത്. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ശരിക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എഴുതണമെന്നില്ല, കാരണം സമയം കുറേ പോവല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതേ ക്വസ്റ്റ്യൻസ് ടെലിഗ്രാമിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. PDF ആയിട്ട് നമ്മൾ ടെലിഗ്രാമിൽ EDU ഓൺ RRB, നിങ്ങൾക്ക് ഈ പേര് സ്ക്രീനിൽ കാണുന്നത് ടെലിഗ്രാം എടുത്തിട്ട് അതിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നോക്കി ഹയർ ലെവൽ ചോദ്യങ്ങളുണ്ട്, വർക്ക് ആൻഡ് ടൈം ഉണ്ട്, നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ ഏജിൻ്റെ ചോദ്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, പക്ഷേ മെജോറിറ്റി ഇതൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ പേഴ്സണലൈസ്ഡ് ക്ലാസ്സസ് റൂംസ് ഉണ്ട്. അതായത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ഫീസിൽ പഠിക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 9048679679 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത്, റെയിൽവേയുടെ SSCയുടെ കോഴ്സസ് ഒക്കെ ആണെങ്കിൽ. സോ എന്തായാലും ഇതിൻ്റെ ആൻസർ എന്ത് വരും എന്നുള്ളത് ചോദിച്ചാൽ നമ്മൾ ഫ്രീ എക്സാംസ് നടത്തിയിരുന്നു ഈ അടുത്ത്. വാട്സാപ്പിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നമ്മൾ നടത്തും. ഇതിൽ നടത്തിയപ്പോൾ കുറേ ആളുകൾ തെറ്റിച്ച ചോദ്യമാണത്. എന്താ തെറ്റിക്കാൻ കാര്യം ഇതിൽ? ഇതിപ്പോൾ കുറേ ബെല്ലടിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്, ഒരു സ്കൂളിലോ എവിടെയോ. എന്താണ് ഒരു 6 ബെൽ അല്ലേ അടിക്കുന്നുണ്ട്. 2, 4, 6, 8, 10, 12 സെക്കൻഡുകൾ ഗ്യാപ്പിൽ. അതായത് ഓരോ ബെല്ല് 2 മിനിറ്റ് കൂടുമ്പോൾ ഒരു ബെല്ലടിക്കും, 4 മിനിറ്റ് കൂടുമ്പോൾ വേറെ ബെല്ലടിക്കും, 6 മിനിറ്റാണ് മറ്റൊരു ബെല്ലിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് മുടങ്ങുന്നതല്ല ചോദിച്ചു. ഇവിടെ 30 മിനിറ്റിൽ എത്ര പ്രാവശ്യം ഒരുമിച്ച് വരത്തുള്ളൂ. പല ആളുകൾ ഇതിൻ്റെ ആൻസർ 15 കിട്ടിയിട്ട് ഓക്കെ എനിക്ക് കിട്ടി, അതെ എല്ലാം റെഡിയായി, പക്ഷേ തെറ്റാണ് 15. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് 15 അല്ലാത്തത് ഞാൻ പറയാം. നിങ്ങൾ പോസ്റ്റ് ചെയ്ത് 15 കിട്ടിയ ആളുകൾക്കുള്ളതാണ്. അപ്പോൾ ഇതിൽ സംഭവം ഇത്രയേ ഉള്ളൂ. LCM കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ബെല്ലിൻ്റെ കേസുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ LCM കണ്ടാൽ മതി. ഇതിൻ്റെ ഒക്കെ LCM ഉണ്ടാവും. 2, 4, 6, 8, 10, 12 LCM കണ്ടാവും. എങ്ങനെ LCM കാണും ഇനി? അതൊരു ചോദ്യം ഉണ്ടാവും. ഇവിടെ നോക്കി ഈസി ആയിട്ട് LCM കാണാൻ നല്ല ബെറ്റർ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2, 4, 6, 8 ഇല്ലേ, ഈ 2 അതേപോലെ 4, 6, 10, ഈ 12 നമ്മൾ കുറേ LCM പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് അറിയാം. 60 LCM. ഇതെങ്ങനെ LCM വന്നുള്ള എജു ഓൺ RRBയുടെ അല്ലെങ്കിൽ എജു ഓണിൻ്റെ LCM വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ 2ൻ്റെയും 4ൻ്റെയും 6ൻ്റെയും അതുപോലെ 10ഉം 12 LCM 60. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 60 സെക്കൻഡ് എല്ലാം സെക്കൻഡ് 60 സെക്കൻഡ്. അതേപോലെ തന്നെ ഇവിടെ 8 കൂടി ഉണ്ട് ബാക്കി. ഈ 60ൻ്റെ 8ൻ്റെ LCM എത്ര വരിക? 60 8 നമ്മൾ ആലോചിക്കുകയാണ്. 60 8 60ൻ്റെ ഇരട്ടി എടുത്ത് നോക്കി 120 ആണ് LCM. ഇത്രയും നമ്പറിൻ്റെ LCM 120 ആണ്. അപ്പോൾ വളരെ പെട്ടെന്ന് കിട്ടിയ കണ്ടില്ലേ? അല്ലെങ്കിൽ നമ്മൾ മറ്റേ മെത്തേഡ് ചെയ്യുകയാണെങ്കിലും കിട്ടും, പക്ഷേ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് കോമ്പറ്റീവ് എക്സാം ആയതുകൊണ്ട് LCM ഫാസ്റ്റായിട്ട് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ 120 സെക്കൻഡ്സ് ആണ് LCM വരിക. അപ്പോൾ നമ്മൾ ഈ 120 സെക്കൻഡിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റി എത്ര മിനിറ്റാണ് വരിക? ഇതാണ് ആൻസർ വരിക. 2 മിനിറ്റാണ് ആൻസർ വരിക. 2 മിനിറ്റ് കൂടുമ്പോഴാണ് ഈ എല്ലാ ബെല്ലും കൂടി ഒരുമിച്ച് വരിക എന്നുള്ളതാണ് കാര്യം. എല്ലാ ബെല്ലും ഓരോ ഗ്യാപ്പ് വരില്ലേ? 2 സെക്കൻഡ് കൂടുമ്പോൾ ഒരു അടിക്കുന്ന ബെല്ലുണ്ട്, 4 സെക്കൻഡ് കൂടുമ്പോൾ മറ്റൊരു ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് 120 സെക്കൻഡ് 2 മിനിറ്റ് ഇടവേളകളിൽ ബെല്ലടിക്കും. ഒരു ബെല്ലടിച്ച് അടുത്ത 2 മിനിറ്റ്, അടുത്ത 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ബെല്ലടിക്കും. ഇങ്ങനെ 2 ഗ്യാപ്പിലാണ് ബെല്ലടിക്കുക. ഇവിടെ 30 മിനിറ്റിനുള്ളിൽ എത്ര തവണ ഒരുമിച്ച് മുഴങ്ങും ചോദിക്കുമ്പോൾ 30 മിനിറ്റിൽ 2 തവണ വെച്ചിട്ട് 15 ആൻസർ ചെയ്ത് മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? 15 അല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് 15 അല്ലാത്തത്? ഇവിടെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ബെല്ലടിച്ചാലല്ലേ മറ്റേ ബെല്ലടിക്കാൻ പറ്റുള്ളൂ. ഈ ഗ്യാപ്പ് ടൈം ഇൻ്റർവെല്ലാണ് LCM എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു ബെല്ലടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഫസ്റ്റ് ഒരു ബെല്ലടിച്ച് അടുത്തത് പിന്നെയാണ് 2 മിനിറ്റ് വരിക. അത് 2 മിനിറ്റ് കൊണ്ട് വീണ്ടും അടുത്തത് 2 മിനിറ്റ് കൊണ്ട് ഫസ്റ്റ് ബെല്ലടിച്ചിട്ടുണ്ടാവും എപ്പോഴും. അപ്പോൾ എത്ര തവണ ഒരുമിച്ച് മുഴങ്ങുമെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു തവണ ഒരുമിച്ച് മുഴങ്ങിയിട്ടുണ്ടാവും. എന്നാലേ 2 മിനിറ്റ് കഴിയുമ്പോൾ മറ്റൊരു ഒരുമിച്ച് മുഴങ്ങുകയുള്ളൂ. വീണ്ടും 2 മിനിറ്റ് കഴിയുമ്പോൾ. അപ്പോൾ ശരിക്കും ആദ്യം ബെല്ല് ഒരുമിച്ച് മുഴങ്ങിയിട്ടുണ്ടായിരിക്കും, പിന്നെ 15 തവണ ഒരുമിച്ചുണ്ടായിരിക്കും. ഇതൊരു കോമൺ ക്വസ്റ്റ്യനാണ്. ഇത് പെട്ടെന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഇത് ശരിയാണോ, ഇത് ഇങ്ങനെ തന്നെയാണോ, 15 അല്ലേ എനിക്ക് കിട്ടി ശരിയല്ലെന്ന് തോന്നും. പക്ഷെ നിങ്ങൾ എവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്തോ ഞാൻ ഉറപ്പ് തരികയാണ്, ഇത് തന്നെയാണ് ആൻസർ. 16 ആൻസർ വരും. ആദ്യം ഒരുമിച്ച് ബെല്ലടിച്ചിട്ടുണ്ടാവും, എന്നാലേ ഈ ഗ്യാപ്പ് വരുള്ളൂ. തുടക്കത്തിൽ ഒരാൾ ചെയ്താലേ അടുത്ത് 2 മിനിറ്റ് കഴിയുമ്പോൾ മറ്റേ ആൾക്ക് മറ്റേ സംഭവം ബെല്ലടിക്കാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യനാണ്. എത്ര പേര് ഇത് കൺഫ്യൂഷൻ ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ലിസ്റ്റിൽ വരാൻ പോകുന്നില്ല. കാരണം എന്താണ്, ഇത് പ്രീവിയസ് നടത്തിയ ക്വസ്റ്റ്യനാണ്.
അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എക്സാമിന് വരുള്ളൂ. അല്ലാതെ വളരെ ഈസി ആയിട്ട് നമ്മളെന്താണ് ഞാൻ ഈ ചെറിയ ക്വസ്റ്റ്യനൊക്കെ ചെയ്തോളാം, അല്ലേ ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ചെയ്തിട്ടിരുന്നോളാം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 20-30 മാർക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നോക്കി വലിയ ചോദ്യമാണ് കേട്ടോ. എങ്ങനെ ഇപ്പോൾ ഈ സംഭവം വലിയ ചോദ്യം ചെയ്യുക? ശരിക്കും 2 സ്റ്റെപ്പിൽ നമുക്ക് ഈ രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഒരു സംഭവം മൈനസ് മറ്റൊരു സംഭവം ഇത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് നമുക്ക് നോക്കി കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ നോക്കി 44 മൈനസ് 33 1/3 ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ഈ 2 രീതിയിലുള്ളത് എന്താ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്കൗണ്ട് കാൽക്കുലേഷൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ്. ഫസ്റ്റ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മളൊക്കെ കടയിൽ പോകുന്ന ഒരു കാര്യം 2 തരത്തിൽ കിട്ടും. ഇവിടെ നോക്കി, ഒരു ഷോപ്പിൽ നിങ്ങൾ ചെല്ലുമ്പോൾ കടക്കാരൻ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരാം. സോ ഐ വിൽ പ്രൊവൈഡ് 2 ഓപ്ഷൻ. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്, ഡിസ്കൗണ്ട് തരാം. എങ്ങനെ ഡിസ്കൗണ്ട് ആണ്? ഫസ്റ്റ് 30% തരാം, വീണ്ടും 20%, 2 ഡിസ്കൗണ്ട് തരാം. അതാണ് ഓപ്ഷൻ 1. 30% ആൻഡ് 20%. അതാണ് ഒരു ഓപ്ഷൻ. കടക്കാരൻ പറയുകയാണ്. ഇല്ലെങ്കിൽ ബൈ 2 ഗെറ്റ് 1 എടുത്തോ എന്ന് പറയുകയാണ്. നിങ്ങളേത് ചൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാനാണെങ്കിൽ ബുദ്ധി കളിച്ചതിനെ പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ട് എന്താണ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് ടോട്ടൽ എന്ന് അറിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മോട് ഇവിടെ എക്സാം ചോദിച്ചിട്ടുള്ളത് 2ലുമുള്ള ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൻ്റെ വ്യത്യാസമാണ്. നോക്കി ഈ കിഴിവുകളുടെ വ്യത്യാസമാണ്. ഫൈൻഡ് ദ ഡിഫറൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ദ ഓവറോൾ ഡിഫറൻസ്. മലയാളം നിങ്ങൾ വായിച്ചു കേട്ടോ. ഇന്ന സംഭവം എന്താണ് മൊത്തത്തിൽ സത്യത്തിൽ മലയാളം പെട്ടെന്ന് ഇത് ട്രാൻസ്ലേറ്റാണ് വരിക. അതിൻ്റെ ഒരു മലയാളം കാര്യം എല്ലാ ക്വസ്റ്റിനും ഇംഗ്ലീഷിനും ട്രാൻസ്ലേറ്റാണ് വരിക. അപ്പോൾ ചിലതൊക്കെ ഞാൻ വായിച്ചിട്ട് എനിക്ക് തന്നെ ഇതിപ്പോൾ എന്തൊക്കെ പുതിയ പുതിയ വാക്കുകളൊക്കെ ഉണ്ടാവും. ഇതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. വാഗ്ദാനം ചെയ്യുന്നതെന്നൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ചില എന്താണ് പാർട്ടീസൊക്കെ വാഗ്ദാനം ചെയ്യുന്ന പോലെ സംഭവം നാമമാത്രമായ. അപ്പോൾ ഇത് നാമമാത്രമായ ഇതൊക്കെ മലയാളത്തിൻ്റെ ഒരു പ്രശ്നം അങ്ങനെയാണ്. അപ്പോൾ ഇതെന്താ സംഭവം അത്രേ ഉള്ളൂ. ഈ രണ്ട് ഓഫറുണ്ട്. ബൈ 2 ഗെറ്റ് 1 ഉണ്ട്, 13-20 ഉണ്ട്. ഇതിൻ്റെ ടോട്ടൽ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വ്യത്യാസം എടുക്കുക. ആദ്യം ഞാൻ ബൈ 2 ഗെറ്റ് 1 പറയാം. ഈ ബൈ 2 ഗെറ്റ് 1 നിങ്ങൾ ഇപ്പോൾ തന്നെ എഴുതി വെക്കും കേട്ടോ. ഇവിടെ ബൈ 2 ഗെറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫ്രീ കിട്ടും? ബൈ നമ്മൾ ടോട്ടൽ എത്ര വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു ഇൻറ്റു 100. എന്താണ് ഫ്രീ ബൈ ടോട്ടൽ ഇൻറ്റു 100 വെച്ചാൽ മതി. നമുക്ക് എത്ര ഫ്രീ കിട്ടുന്നുണ്ട് നമ്മളെല്ലാം കൂടി കെട്ടിപ്പറക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ടോട്ടൽ ഇൻറ്റു 100. സോ ഫ്രീ 1 കിട്ടുന്നത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് 3 കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. സോ 2, 1, 3. കാരണം 2 വാങ്ങി 1 ഫ്രീ കിട്ടിയപ്പോൾ 3 വീട്ടിലേക്ക് കൊണ്ടുപോയി ഇൻറ്റു 100. ഇവിടെ 100/3 ആണ്. നിങ്ങൾ ഫസ്റ്റ് ഞാൻ എഴുതിയത് ഓർക്കുന്നുണ്ടോ? ഇവിടെ എന്തോ മൈനസ് 33 1/3 എന്ന് എഴുതിയത്. ഈ 33 1/3 എന്ന് എഴുതിയത് എങ്ങനെയാണ്? 100/3 ആണ് 33 1/3. അപ്പോൾ നിങ്ങളിത് എഴുതി വെക്കാം. നമ്മളവിടെ എന്താ പറയുക സ്പേസ് കുറവാണ്, എന്നാൽ ഞാൻ ഇവിടെ വേണേൽ എഴുതി തരാം. മറ്റേ പാർട്ട് 33 1/3 ആണ്. ഫസ്റ്റ് 33 ആണ്. 33 1/3 ആണ്. ഇത് 3 ആണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫസ്റ്റ് ഓഫർ മറ്റുണ്ടല്ലേ 30% 20% ഡിസ്കൗണ്ട് തരുന്ന വേറൊരു ഓഫർ ഉണ്ട്. എങ്ങനെ അത് കാണാം? എപ്പോഴും നമ്മൾ 100 വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. 100ന് 30% ഡിസ്കൗണ്ട് വന്നാൽ 70. ഈ 70ക്ക് നമ്മൾ പിന്നെയും 20% ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഈ 70യുടെ 20% കുറയ്ക്കുകയാണ്. 70ൻ്റെ 20% കുറയ്ക്കുമ്പോൾ 70ൻ്റെ 10% നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 7 ആണ്. 20% 14 സോ 70യുടെ 14 കുറച്ചാൽ മതി. 70 10 കുറച്ച 60, 60 4 കുറച്ച 56. ഇങ്ങനെ കുറയ്ക്കുക. അല്ലാതെ ഇവിടെ 70 എഴുതുക, താഴെ 14 ശിഷ്ടം കടമെടുക്കുക. പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ എന്താണ് ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും, കടമെടുത്തുകൊണ്ടേയിരിക്കും. സോ ഇവിടെ 44 വരിക. 100ന്ന് 56 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ പെർസെൻറ്റേജ് കാണാമെന്നൊക്കെ നമ്മുടെയൊക്കെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് ഈ പെർസെൻറ്റേജ് എങ്ങനെ വന്നു 7 1%. ഇതൊക്കെ നമ്മൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓരോ ടോപ്പിക്ക് വെച്ച് നമ്മുടെ പേര് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. സോ ഇവിടെ 44 വരും. ഈ 44 33 1/3 തമ്മിലുള്ള വ്യത്യാസമാണ് ആൻസർ. 44 മൈനസ് 33 1/3. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇത് 44ന് 33 കുറച്ചാൽ 10 1/3 അല്ലേ വരിക? അല്ലേ വരിക? അത് 11 1/3 പറയാം അല്ലേ. 44ന് 33 കുറച്ചാൽ പിന്നെ 33 44 11 1/3 തെറ്റാണത്. അപ്പോൾ ഇത് കുറയ്ക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ സ്പേസിലെത്തുകൊണ്ട് 44 മൈനസ് 33 1/3 ആണുള്ളത്. ഇതെങ്ങനെ കുറച്ചപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇത് കിട്ടിയത്?
എല്ലാവരും ഈ 44 33 കുറച്ചു, ബാക്കി ആ 1/3 അവിടെ ഇട്ട് വെച്ചു. അതുകൊണ്ടാണ് തെറ്റുന്നത് കേട്ടോ. നിങ്ങളെ പണ്ട് കാര്യം നമ്മളൊക്കെ ആദ്യമായിട്ട് എക്സാമിന് പഠിക്കുമ്പോൾ എങ്ങനെയാണ്. പക്ഷേ ഇവിടെ 44 33 കുറയ്ക്കണം, 1/3 കുറയ്ക്കണം. ഈ രണ്ടും മൈനസ് ഇതിനുള്ളതാണ്. അപ്പോൾ ശരിക്കും 44 33 കുറയ്ക്കണം, 1/3 കുറയ്ക്കണം. ഇത് നിങ്ങൾ പറഞ്ഞ ശരിയാണ്. 11 മൈനസ് 1/3 ആണ് കേട്ടോ. 11 മൈനസ് 1/3 ചെയ്തെത്ര വരിക? 33 1 പോയാൽ 32/1, 32/1 ഒന്നല്ലോ 3 അല്ലേ വരിക അല്ലേ? നമുക്ക് എന്ത് 32/3 10 അല്ലേ വരിക? 10 വെച്ചിട്ട് ഏതാണല്ലോ ഓപ്ഷൻ? 10 വരും. പിന്നെ ബാക്കി ശിഷ്ടം 2 ആണ്. 10 2/3 ഇതല്ല ആൻസർ കേട്ടോ. ഇതല്ലേ വരിക? 10 30 32/3 10 2/3. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കത്രേ ഉള്ളൂ. ക്വസ്റ്റ്യനൊക്കെ വളരെ ഇത് പ്രാക്ടീസിൽ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഈസി ആയിട്ട് എല്ലാ പ്രാവശ്യവും നമുക്കൊരു ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കി തിരിഞ്ഞിരിക്കും. സോ ഇവിടെ എന്താണ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് നമ്മളതിനെ ടെലിഗ്രാമിൽ എനിക്ക് തോന്നുന്നു അറബിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇംഗ്ലീഷും മലയാളവും കൂടി ആക്കിയിട്ട് ഒരു PDF നിർത്തും. നമ്മൾ ഇനിയും PDF തരും. അതിൻ്റെ വർക്കിലാണ്. നിങ്ങൾ ആരെങ്കിലും ടൈപ്പിംഗ് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഇൻഫോം ചെയ്യുക. കാരണം എന്താണ് നമുക്കിങ്ങനെ ടൈപ്പിംഗ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾ ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ നമ്പറൊക്കെ ഉണ്ടല്ലോ, കോൺടാക്ട് ചെയ്യുക. അങ്ങനെ ഒരു വർക്ക് നമുക്കുണ്ട്. മലയാളം ഇംഗ്ലീഷിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നെയാണ് ഫ്രീ ആയിട്ട് നമ്മൾ ടെലിഗ്രാമിലും ഒക്കെ തരുന്നുണ്ട്. സോ A and B can do a piece of work in 9 and 12 days അല്ലേ? 2 പേര് ജോലിയുണ്ട്. അവർ ഒന്നിച്ച് ഇടപെട്ട ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നു. ആരംഭിക്കുന്ന A ജോലി സ്റ്റാർട്ട് ചെയ്യും. സോ A and Bയുടെ കേസ് നമുക്ക് എടുക്കാം. ഇതൊരു എന്താ പറയുക വർക്ക് ആൻഡ് ടൈമിൻ്റെ ക്വസ്റ്റനാണ്. A and B നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം അല്ലേ? സ്പേസ് ഉണ്ട് ഇവിടെ. A ഒരു ദിവസം 9 B 12 ആണ്. A 9 B 12 LCM എടുക്കേണ്ടതാണ്. ടോട്ടൽ വർക്ക് ആകെ അവിടെ 36 റൂം പെയിൻ്റ് അടിക്കാനുണ്ട്, അല്ലെങ്കിൽ 36 ജോലി തീർക്കാനുണ്ട്, അല്ലെങ്കിൽ 36 എന്താണ് പറയുക മീറ്റർ മതിൽ കെട്ടാനുണ്ട്, എന്തും ആവാം. ആ 36 റൂമിൻ്റെ വർക്ക് തീർക്കാനുണ്ട്. അതിനാവശ്യമാണ് 36 റൂം പെയിൻ്റ് അടിക്കാനുണ്ടോ എന്തെങ്കിലും അങ്ങനത്തെ വർക്ക് എടുക്കുക ഇവിടെ. ഇവിടെ നമ്മൾ ഓരോ ദിവസം A ചെയ്യണ വർക്ക് എന്ന് വെച്ചാൽ A 1 ഡേ വർക്ക്. ഒരു ദിവസം A 4 റൂം പെയിൻ്റ് അടിക്കും. കാരണം അങ്ങനെയല്ലേ? A ഒറ്റയ്ക്ക് 36 ആണെങ്കിൽ 9 4 36 ആവുള്ളൂ. ഒരു ദിവസം 4 വെച്ചിട്ട്. ശരിക്കും B ഒറ്റയ്ക്ക് 12 ദിവസം കൊണ്ടാണ് ടോട്ടൽ വർക്ക് തീർക്കുക എന്ന് പറഞ്ഞത്. B ഒറ്റയ്ക്ക് 12 ദിവസം കൊണ്ട് ടോട്ടൽ വർക്ക് തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3. ഇങ്ങനെയാണ് വരിക. ഇത് കിട്ടിയത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്ക് ആൻഡ് ടൈമിൻ്റെ ഏറ്റവും ലെങ്തി വീഡിയോ നമ്മളെ ഇവിടെ തന്നെ കംപ്ലീറ്റ് വർക്ക് ആൻഡ് ടൈമിൻ്റെ ഒരു വലിയ വീഡിയോ ഉണ്ട്, 4-5 മണിക്കൂറുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. സോ ഇതിൽ നമുക്കിവിടെ ആൾട്ടർനേറ്റീവ് വരിക. ആൾട്ടർനേറ്റീവ് വെച്ചാൽ A തുടങ്ങും. A ആദ്യം വന്ന് പണിയെടുത്തു. A ശരിക്കും ഒരു ദിവസം 4 ചെയ്യുക, 4 റൂമിൻ്റെ വർക്ക് തീർക്കും. അടുത്ത ദിവസം B വരും, പിന്നെ A വരും, പിന്നെ B വരും, A B ഇങ്ങനെ എത്ര കൂട്ടുമ്പോൾ 36 വരും. ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇത് എത്ര കൂട്ടുമ്പോൾ 36 വരും ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ ഇങ്ങനെ കൂട്ടി പോകണം നടക്കില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഇവിടെ യൂസ് ചെയ്യണം, എന്നാലേ നമുക്കിത് കിട്ടുള്ളൂ. വേറെ എന്താ ടെക്നിക്ക് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം ആലോചിച്ച് നോക്കി. 4 3 കൂട്ടാതെ ഇങ്ങനെ കൂട്ടാതെ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? 2 ദിവസം കൊണ്ട് 4 3 അല്ലേ ഇതല്ലേ? 2 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് 7. 2 ഡേയ്സ് കൊണ്ട് 7. 2 ഡേയ്സ് കൊണ്ട് 7 ആണല്ലേ? 2 ദിവസം കൊണ്ട് 7, 2 ദിവസം കൊണ്ട് 7. 2 ദിവസം കൊണ്ട് 7 ആണെങ്കിൽ ഇവിടെ നോക്കി നോക്കിയേ. ഈ 7 × 5 35 അല്ലേ വരിക? എത്ര ദിവസം കൊണ്ടാണ് 35 വരിക? 2 × 5 10 ദിവസം കൊണ്ട് 35. അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ ടെക്നിക്കാണ്. 2 ദിവസം കൊണ്ട് 7 ആണെങ്കിൽ 4 ദിവസം കൊണ്ട് എത്രയാണ് വരിക? 14 അല്ലേ വരിക? ഇവിടെയും 2 ഗുണിച്ചു, ഇവിടെയും 2 ഗുണിച്ചു. അപ്പോൾ ഇവിടെ ശരിക്കും 35 എത്തിയ കാരണം 36 അല്ലേ ഉള്ളത്. 7 × 5 35 എടുത്തപ്പോൾ ഇവിടെ 2 × 5 10 ദിവസം കൊണ്ടാണ് 35. അത് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് എഴുതി നോക്കിയോ. 10 ദിവസം കൊണ്ട് 4 3 4 3 4 3 ഇങ്ങനെ 10 എഴുതി കഴിഞ്ഞാൽ 35 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 10 ദിവസം കൊണ്ട് 35 ആണുള്ളത്. ഈ 10 ദിവസം കൊണ്ട് 35 ആണെങ്കിൽ 10 വെച്ചിട്ടുള്ള ഏതോ ആൻസറാണ്. നോക്കി നോക്കി. 10 1/4 10 2/7 ആണ്. ഇനി 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരാ വരിക? 10 ദിവസം കഴിയുമ്പോൾ 35 കുറഞ്ഞു അല്ലേ? 35 കുറഞ്ഞാൽ ബാക്കി ശരിക്കും ഒരു വർക്കേ ഉള്ളൂ. ശരിക്കും ആൻസർ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു വർക്ക് തീർക്കേണ്ടത് ശരിക്കും A ആണ് പിന്നെ വരിക. കാരണം 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ലേബറല്ലേ. ആ 10 ദിവസം കഴിഞ്ഞ് അടുത്തത് വരുന്നത് നമ്മളെന്താണ് Aയുടെ വർക്കാണ് വരിക. പക്ഷെ Aയുടെ മുഴുവൻ വർക്ക് വേണ്ടേനും. കാരണം എന്താണ്? A ശരിക്കും ഒരു ദിവസം 4 ചെയ്യില്ലേ അല്ലേ? നമ്മൾ പറഞ്ഞു ഒരു ദിവസം 4 പറഞ്ഞു.
എയുടെ ശരിക്കും ഒരു വർക്ക് മതി. അപ്പം 4-1 മതി. എയുടെ 4-1 തീർത്താൽ മതി 10-4-1. ഇങ്ങനെയാണ് എൻ്റെ ഒരു ബേസിക്. അപ്പോൾ ഈ 4-1 എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 10 ദിവസം കൊണ്ട് 35 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇത് കുറയ്ക്കും, 36 35 കുറച്ച് നമുക്ക് ബാക്കി ഒരു വർക്കാണ് 10 ദിവസം കഴിയുമ്പോൾ അവിടെ പെൻഡിങ് ഉള്ളത്. പിന്നെ 11 ദിവസം വേണ്ടി വരും. കാരണം എന്താണ്, ഒരു ദിവസം 4 വർക്ക് ചെയ്യും. എയുടെ ഈ 4-1 മാത്രം ചെയ്താൽ മതി. 4-1 അത് 4-1 അടുത്തുള്ളൂ. സോ 10-4-1 നമുക്കിവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് കമൽ ഈസ് ദ ഫാദർ ഓഫ് വിഷ്ണു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സം ഓഫ് ദ പ്രസൻറ്റ് ഏജസ് ഈസ് 60 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6 വർഷം മുന്നേ കമലിൻ്റെ ഏജ് 5 മടങ്ങായിരുന്നു വിഷ്ണുവിൻ്റെതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഫൈൻഡ് ദ പ്രസൻറ്റേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിഷ്ണുവിൻ്റെ പ്രസൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കിവിടെ കമൽ ഉണ്ട്, വിഷ്ണു ഉണ്ട്. കമൽ ആരാണ്? ഫാദർ അല്ലേ ഉള്ളൂ. കമലുണ്ട്, വിഷ്ണു ഉണ്ട്. രണ്ടുപേരുടെയും വയസ്സിന് തുക 60. ഇപ്പോഴത്തെ വയസ്സിന് തുക 60. ഇനി 6 വർഷം മുൻപാട്ടോ. 6 മുൻപ് കമലിൻ്റെ ഏജ് വിഷ്ണുവിൻ്റെ ഏജിൻ്റെ എത്ര മടങ്ങാണ് ചോദിച്ചിട്ടുള്ളത്? 5 മടങ്ങാണ്. കമലിൻ്റെ ഏജ് വിഷ്ണുവിനെ അല്ലേ, അച്ഛൻ്റെ എപ്പോഴും എന്താണ് വലുതല്ലേ വരിക. കമൽസിൻ്റെ ഏജ് വാസ് 5 ടൈംസ് ഓഫ് വിഷ്ണുവിൻ്റെ 1 കൊടുക്കാൻ കാരണം എങ്ങനെയാണ് റേഷ്യോയിൽ നമ്മൾ ചെയ്താണ് റേഷ്യോ. ഈ റേഷ്യോ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാറുള്ളത്. സോ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചു. ഇനി ശരിക്കും നമ്മൾ 6 വർഷം മുൻപ് ഈ 5:1 വെച്ചിട്ട് എത്ര തുക വരിക? 6 വർഷം മുൻപ് ഈ 5:5x-ഉം 1x-ഉം കൊടുക്കാം. അപ്പോൾ 6x എന്നുള്ളത് എടുക്കാം. ശരിക്കും എന്താണ് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 6 ഭാഗം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ 5-1 6 ഭാഗം എന്ന് എടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ ആലോചിക്കാം, 5-1 6 ഭാഗം. ഇവിടെ കെയും ബിയും കമലും വിഷ്ണുവും കൂടി 60 ചെയ്യും, അല്ലെങ്കിൽ 60 ആണ് ടോട്ടൽ ഉള്ളത് ഇപ്പോഴത്തത്. ശരിക്കും 6 വർഷം മുൻപ് എത്ര ആയിരിക്കും ഇവിടെ ആകെ വയസ്സ്? 6 വർഷം മുൻപ് എത്ര ആയിരിക്കും? 60 തന്നെ ആവുമല്ല. 6 വർഷം മുൻപ് സംഭവിക്കുന്നത് കമലിൻ്റെ വയസ്സിൽ നിന്ന് 6 കുറയും, വിഷ്ണുവിൻ്റെ നിന്ന് 6 കുറയും. ഇപ്പോഴത്തെ മാറിയിട്ട് 6 വർഷം മുൻപാണെങ്കിൽ. അപ്പോൾ 2 പേരുടെയും കൂടി 6 വെച്ചിട്ട് കുറയുന്നത് കൊണ്ട് 12 കുറയും. അപ്പോൾ 48 ആയിരിക്കും ഇവരുടെ ടോട്ടൽ. 6 വർഷം മുൻപുള്ള ടോട്ടലാണ്, അതായത് ഇപ്പോഴത്തെ ടോട്ടലല്ല. സോ 6 years ago അല്ലെ ടോട്ടൽ ഏജസ് ഓഫ് കമൽ ആൻഡ് വിഷ്ണു 48. എങ്ങനെ കിട്ടി? ഇപ്പോഴത്തെ 60 കമലിൻ്റെ 6, വിഷ്ണുവിൻ്റെ 6 കുറച്ചു, 6 2 12 കുറച്ച് 48. ഈ 6x ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? കാരണം ഇത് 6 വർഷം മുൻപുള്ള റേഷ്യോ അല്ലേ. ഇത് 6 വർഷം മുൻപുള്ള തുകയും രണ്ടും കൂടി ഈക്വലായി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു കട്ട് ചെയ്തു എക്സ്, അല്ലെങ്കിൽ ഒരു ഭാഗം എടുത്താലും മതി. ഈ 6 8 48 കിട്ടി. ഒരു പാർട്ട് എക്സ് ആണ് കിട്ടി. ഒരു പാർട്ട് എക്സ് ആണെങ്കിൽ 5:1 അല്ലേ നമ്മൾ കൊടുത്തത്. നോക്കി ഇത് 8 8 5 40 ആണ്. 6 വർഷം മുൻപാട്ടോ. എന്നാ ചോദിച്ചിട്ടുള്ളത് പ്രസൻറ്റ് ഏജ് ഓഫ് വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ ഏജാണ് ചോദിച്ചിട്ടുള്ളത്. വിഷ്ണുവിൻ്റെ ഏജ് 6 വർഷം മുൻപ് 8 ആണ്. നിങ്ങളെ വയസ്സാലോചിച്ച് നോക്കി. നിങ്ങളുടെ വീട്ടിലൊരാളുണ്ട്, അയാൾ 6 വർഷം മുൻപ് 8 വയസ്സായിരുന്നു. ഇപ്പോൾ എത്ര വയസ്സ്? 15 ആണോ 20 ആണോ 10 ആണോ 14 ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ വയസ്സ് 6ഉം 8ഉം 8ഉം 6ഉം 14 കിട്ടി. സോ ഇതാണ് ആൻസർ ഉള്ളത്. നിങ്ങൾക്ക് ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. ഇത് കുറച്ച് ലാസ്റ്റിലേക്ക് വെക്കാൻ നമുക്ക് കുറച്ച് ഹയർ ലെവലാണ്. ഇതിൽ LCM കാണാനുള്ള ഷോർട്ട് കട്ട് ഉണ്ട് നമുക്ക് പറയാം. ഇതൊക്കെ പ്രത്യേകിച്ച് ഷോർട്ട് കട്ട്സും നമുക്കുണ്ട്. സോ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റിലേക്ക് വെക്കാം. ഇവിടെ LCM ഇങ്ങനെ ഈസി ആയിട്ട് കാണാം ഇവിടെ. സോ ഹൗ ടു ഫൈൻഡ് LCM ഓഫ് 61 and 30? 0 വെച്ചിട്ടുള്ള നമ്പർ എല്ലാം. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും 30 ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കി ഇതിൽ 30 ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഇതിൽ 30 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ അത് ഒഴിവാക്കാം. കാരണം എന്താണ്? 310 അല്ലേ, 3ൻ്റെ ഡിവിസിബിലിറ്റി ചെയ്താൽ മതി. അക്കങ്ങളൊക്കെ കൂട്ടി നോക്കിയാലേ 3 4 അല്ലേ, 30 പറ്റില്ല. പക്ഷെ 10 കൊണ്ട് പറ്റും. ഇവിടെ ബാക്കി എല്ലാ നമ്പറിനെയും നമുക്ക് 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ LCM എത്ര വരിക? 62 കൊണ്ട് പറ്റും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. പക്ഷെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ 62 30 കൂടി LCM വരുമ്പോൾ ഒരു 0 ഉള്ള നമ്പർ ആയിരിക്കും എപ്പോഴും LCM. 0 ഉള്ള നമ്പർ 310 കഴിഞ്ഞു. പിന്നെ 62 എങ്ങനെ 0 ഉള്ള നമ്പർ ആക്കാം? നിങ്ങൾ ആലോചിച്ച് നോക്കി. ശരിക്കും 62 0 ആക്കണമെങ്കിൽ 62 × 5 310 അല്ലേ വരിക. അപ്പോൾ 310 അല്ല എന്ന് മനസ്സിലായി. അത് നിങ്ങൾ പഴയ മെത്തേഡ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് മറ്റേ മെത്തേഡ് അറിയുന്നുണ്ടെങ്കിൽ അതും ചെയ്ത് നോക്കാം. പക്ഷേ ഞാൻ ഷോർട്ട് കട്ടാണ് പറയുന്നത്. 62 ഒരു 0 ഉള്ള നമ്പർ ആയിരിക്കും LCM വരും 30 ഉള്ളതുകൊണ്ട്. 310 അല്ല. പിന്നെ 62 620 ഉണ്ട് ഓപ്ഷനിൽ. 620 ഇല്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് നോക്കി 62 ഇവിടെ 930 ആവാനാണ് ഓപ്ഷൻ. പിന്നെ 930 അല്ല അടുത്ത വാല്യൂ. 310നെക്കാട്ടും വാല്യൂ 930 ഉള്ളൂ. അങ്ങനെ എടുക്കാം കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. 310 അല്ലല്ലോ, 0 30 കൊണ്ട് പറ്റില്ലാത്തതുകൊണ്ട് 930 എടുത്തു. വലിയ വലിയ നമ്പർക്ക് പോകുമ്പോൾ ഈ 930 62 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. കാരണം 30 ഓൾറെഡി പോകും. ഡിവൈഡഡ് ബൈ 30 ചെയ്യാം. 62ഉം
ചെയ്യാൻ പറ്റും. 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതൊന്ന് നോക്കിയാൽ മതി. കാരണം 62 × 15 ഷോർട്ട് കട്ട് നമ്മൾ തന്നെ എജുകൊണ്ട് ഷോർട്ട് കട്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും. 620 310 0 കൂട്ടി ഇതിന് ഉത്തരം ഉണ്ടോ ഞാൻ ചെയ്യണത് 3930 കിട്ടി. ഇതെങ്ങനെ വരുന്നുള്ളത് എജു ഓൺ ക്യുക്കർ മാത്സ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇതൊക്കെ അവിടെയുണ്ട്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. സോ അതല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിഷ്ണു സ്കോർ ചെയ്ത് എക്സ് റൺസ് 10ാമത്തെ ഇന്നിങ്സിൽ നിങ്ങളിപ്പോൾ IPL മാച്ചസ് ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 10ാമത്തെ ഇന്നിങ്സിൽ വിഷ്ണുവിന് എക്സ് റൺസ് സ്കോർ ചെയ്തു. അങ്ങനെ സ്കോർ ചെയ്തതിന് ശേഷം എന്താണ് ആ റൺസ് കിട്ടിയപ്പോൾ എന്താണ് ആ ഇന്നിങ്സിലെ ശരാശരി 8 വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത്. നോക്കി 10 ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ 8 വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത്. അതാണ് കേട്ടോ പോയിന്റ്. 10 ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ 8 കൂടി. അപ്പോൾ പണ്ടത്തെ 8 കുറവായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ 10th ഇന്നിങ്സ് ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കേ 10ാമത്തെ ഇന്നിങ്സ് ആണെങ്കിൽ 8 കൂടി എന്നാണ് പറഞ്ഞത് അല്ലേ. 8 കൂടി എന്ന് പറഞ്ഞു 10ാമത്തെ ഇന്നിങ്സിൽ എന്തോ റൺസ് എക്സ് റൺസ് എന്തോ സ്കോർ ചെയ്തപ്പോൾ. അങ്ങനെ 8 വർദ്ധിച്ചു. പുതിയ ശരാശരി 28ആണ്. ശരിക്കും 10ാമത്തെ ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ 8 കൂടി 28 എന്നാണ് പറഞ്ഞത്. ഈ 8 കൂടി 28 എന്ന് പറയുമ്പോൾ 9ാമത്തെ ഇന്നിങ്സ് വരെ എത്രയായിരിക്കും ആവറേജ് വരിക? 8 കുറയില്ലേ ഇതിൽ? ഇത് 20 വരിക. നോക്കിയോക്കെ ഇതിന് ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. 9 ഇന്നിങ്സ് വരെ 20 10ാമത്തെ ഇന്നിങ്സിൽ ഒരു എക്സ് സ്കോർ ചെയ്തപ്പോൾ 9 എക്സ് സ്കോർ ചെയ്ത് കൂടുതലായപ്പോഴാണ് 28 അപ്പോൾ ഒന്നുകൂടി പറയാം. ഇവിടെ ആദ്യം 9 ഇന്നിങ്സ് വരെ 20 ഉണ്ടായിരുന്നത്. 10th ഇന്നിങ്സിൽ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു എക്സ് സ്കോർ ചെയ്തു, അപ്പോൾ 28 എന്ന് പറഞ്ഞു. ശരിക്കും ഇതിൻ്റെ വ്യത്യാസമല്ലേ ആ ഒരു എക്സ് എന്ന് പറയുന്നത്? എന്തിൻ്റെ വ്യത്യാസം? 10 ഇന്നിങ്സിൽ 28 എത്ര സം വരിക? 10 ഇന്നിങ്സിൽ 28 ആവറേജ് എന്നുണ്ടെങ്കിൽ സം 280 വരിക. ഗുണിച്ചാൽ മതി തമ്മിൽ. 10ഉം 28ഉം ഗുണിച്ചാൽ സം കിട്ടും. ആവറേജ് ഈക്വൽ സം ബൈ ടോട്ടൽ ബൈ നമ്മളെന്താണ് പറയുക, എത്ര വാല്യൂ ഉണ്ട് എണ്ണം, തുക ബൈ എണ്ണം. അപ്പോൾ തുക ബൈ എണ്ണം. നോക്കി ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ. ഇവിടെ ആവറേജ് കിട്ടിയിട്ടുണ്ട് 28. ഇവിടെ നമ്പർ എത്രയാണ്? ഇവിടെ 20 അല്ലേ. ഇവിടെ 10 ഉണ്ട്. 20 × 8 280. അങ്ങനെയാണ് 280 കിട്ടിയത്. ഗുണിച്ചാൽ മതി. ഇവിടെ 180 വരിക. ഈ തമ്മിലുള്ള വ്യത്യാസമാണ് എക്സ്. എത്ര വരിക? 100 വരും. പണ്ടുണ്ടായിരുന്നത് 9 മാച്ചിൽ 10 അല്ലേ. നമുക്ക് കിട്ടിയത് 20 പിന്നെ 8 കൂടി 28 അപ്പോൾ 280 രീതിയിലെടുത്താൽ മതി. സോ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. സോ 2⁻7 ഉണ്ട്. 2⁻7 ഇൻറ്റു ഓക്കെ ഈ 2⁻ പവറൊക്കെ മൈനസ് ഈക്വൽ ആക്കിയാൽ പോലെ. ഇവിടെ എത്ര ആൻസർ വരും? ഇവിടെ 2⁻6 വരും. ഇവിടെ 2⁻7 ഉണ്ടല്ലേ. -7 ഉണ്ട്. 3n + 4 ഉണ്ട്. അപ്പോൾ ഇവിടെ 2⁻7 + 3n + 4 ആണ് വരും. ഇത് ഈക്വൽ ടു 2⁻6 എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് 2 ആണ്, ഇത് 2 ആണ്. അപ്പോൾ ഈ സംഭവം ഈക്വൽ ടു ഈ സാധനം 6. -7 + 4 കിട്ടിയില്ലേ നമുക്ക്? -7 + 4 -3 ആക്കല്ലേ. അപ്പോൾ അവിടെ -7 + 3n + 4 = 6. 7 4 -3 വരിക. അപ്പോൾ 3n = 3 വരും. സോ നമുക്കിവിടെ 3n അല്ല 2 അല്ലേ വരിക. നമുക്കിവിടെ 7 4 3 2 വരിക. സോ നമുക്കിവിടെ എന്ത് ചെയ്യാം? 5 11 5 പോയി 6 വരും. സോ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ചെയ്തതിൽ ഒരു മൈനസ് പ്ലസ് ആക്കണ്ട. ഇവിടെ നോക്കി ഇവിടെ 3n - 3 = 6 ആണ് വരിക. 3n - 3 = 6 വരും. സോ 3n - 3 6 ആണെങ്കിൽ 3n = 9. 3n = 9 ആണെങ്കിൽ n = 3 ആണ് ആൻസർ വരിക. അപ്പോൾ അടുത്തതായിട്ട് സില്ലോജിസത്തിലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ചിത്രം വരയ്ക്കുക, വെൻ ഡയഗ്രം. അത് വരച്ചിട്ട് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തണം. സം പോട്ട്സ് ആർ മഡ്. സം പോട്ട്സിലെ കുറച്ച് ഭാഗം മഡ് എടുത്തു. എജുവോൺ സില്ലോജിസം യൂട്യൂബിൽ സെർച്ച് നോക്കുക. സം ഫ്ലവേഴ്സ് ആർ മഡ്. ഇവിടെ എവിടെ വരയ്ക്കും? സം പോട്ട് മഡാണ്. സം ഫ്ലവേഴ്സ് ആർ മഡ് വരയ്ക്കാമല്ലോ. സം ഫ്ലവേഴ്സ് ആർ മഡ് അല്ലേ വരിക. സം പോട്ട് മഡാണ്. സം ഫ്ലവേഴ്സ് മഡാണ്. ഓൾ മഡ് ആർ വേംസ് അല്ലേ. ഓൾ മഡ്സ് ആർ
വേംസ്. ഇത് കുറച്ച് ഇങ്ങനെ വരച്ചാൽ മതി അല്ലേ? അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സം പോട്ടിലെ കുറച്ച് ഭാഗം മഡാണ്. സം ഫ്ലവേഴ്സിലെ കുറച്ച് ഭാഗം മഡാണ്. ഓൾ മഡ് ആർ വേംസ്. ഓൾ മഡ് വേംസ് ഉണ്ട്. കൺക്ലൂഷൻ സം ഫ്ലവേഴ്സ് ആർ വേംസ്. ഈ സം വരണമെങ്കിൽ തൽക്കാലം ഇൻ്റർസെക്ഷൻ കിട്ടിയാൽ മതി. ഇത് ഞാൻ പറഞ്ഞില്ല, ജോൺ സിലോസ് സെർച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസും ജോയിൻ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. സം ഫ്ലവേഴ്സ് ആർ വേംസ് അല്ലേ? സം ഫ്ലവേഴ്സ് ആർ വേംസ് എന്ന് വെച്ചാൽ ഫ്ലവേഴ്സും വേംസും തമ്മിൽ ഇൻ്റർസെക്ഷൻ ഉണ്ട്. സോ ഒന്ന് കറക്റ്റാണ്. സം പോട്ട്സ് ആർ ഫ്ലവേഴ്സ്. സം പോട്ട്സും ഫ്ലവേഴ്സും നോക്കി. ഈ പോട്ട് ഇവിടെ കിടക്കണു, ഫ്ലവർ ഇവിടെ അല്ലേ കിടക്കുന്നത്, തമ്മിലൊരു ബന്ധമില്ല. പക്ഷെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ സം ഫ്ലവേഴ്സ് ആർ വേംസ് അല്ലേ? ഫ്ലവറും വേമും തമ്മിൽ ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട്, ഫ്ലവർ വേം. പക്ഷെ പോട്ടും ഫ്ലവറും തമ്മിൽ ഇവിടെയായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഓൺലി വൺ ആണ് ഫോളോസ് എന്ന് പറയാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ കാണാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി പെൻഡിങ് ഉണ്ട്. നമുക്കിതിൽ ഒരു ക്വസ്റ്റ്യൻ, ഹൗ മെനി സച്ച് പെയർസ് ഓഫ് ലെറ്റേഴ്സ് ആസ് മെനി ബിറ്റ്വീൻ ദം അല്ലേ? ഈ ആസ് മെനി ബിറ്റ്വീൻ ലെറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ അതൊരു പ്രത്യേക ടെക്നിക്കാണ്. ഇംഗ്ലീഷും ആണ് ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത്. പക്ഷേ മലയാളത്തിൽ എങ്ങനെ വരും? ജോഡി ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ, അങ്ങനെ വേണമെങ്കിൽ ചെത്തു. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ എന്ന് പറഞ്ഞാൽ ടെക്നിക്ക് ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ആസ് മെനി ബിറ്റ്വീൻ ദം. പ്ലേറ്റ് എന്നുള്ള വേർഡ് എടുത്തു. PLATE. ഞാൻ ഒരു ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, നോക്കി. ഓക്കെ, എ കഴിഞ്ഞിട്ട് ശരിക്ക് എന്താ വരേണ്ടത്? ശരിക്കും ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ആൽഫബറ്റിക്കൽ ഓർഡർ എ കഴിഞ്ഞ് ബി വരണം. ബി വന്നില്ലല്ലോ. എ കഴിഞ്ഞ് രണ്ടാമത്തെ എന്താ വരിക? എ കഴിഞ്ഞ് BC. ഇവിടെ C വന്നാൽ ഓക്കെയാണ്. C ആയിരുന്നെങ്കിൽ ഒരു പെയർ ആയിരുന്നു. എങ്ങനെയാണ്? ഇത് ഇക്ക് പകരം ഇവിടെ C ആയിരുന്നെങ്കിൽ ഒരു പെയർ എടുക്കാമായിരുന്നു. ABC എണ്ണി കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇവിടെ പെയറില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ എഴുതിയതാണ്. ABC അല്ല E അല്ലേ ഉള്ളൂ. സോ ഇപ്പോൾ തൽക്കാലം ഇതിൽ പെയറില്ല. അതുപോലെ P കഴിഞ്ഞാൽ അടുത്ത എന്താ വരിക? P കഴിഞ്ഞാൽ Q ആണ്, ഇല്ലല്ലോ, പെയറില്ല. P കഴിഞ്ഞാൽ QRST. T ലാസ്റ്റ് വന്നിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു അല്ലേ ഒരു പെയർ. L കഴിഞ്ഞാൽ M ഉണ്ടോ? ഇല്ല. L കഴിഞ്ഞ് നിർത്തരുത്. L കഴിഞ്ഞാൽ MNO ഇല്ല. ABC നമ്മൾ ഓൾറെഡി നോക്കിയാണ്, ബിക്കോസ് T ഇല്ല. ഈ കഴിഞ്ഞ് റിവേഴ്സ് ഓർഡറിലും നോക്കിയോ, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും എണ്ണണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഈ കഴിഞ്ഞ് ഇങ്ങോട്ട് എണ്ണണം. സോ ഈ കഴിഞ്ഞാൽ ഇവിടേക്ക് എന്താ പറയുക? EFGHI. T കഴിഞ്ഞാൽ ഇവിടെ U ഒന്നുമില്ല. TUVW ABCLM ഒന്നുമില്ല. നണ്ണാണ് ആൻസർ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, പേരിൽ ഉണ്ടാവാം, കൂടുതലുണ്ടാവാം. അപ്പോൾ ഇത് പേരുള്ള ക്വസ്റ്റനൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൾട്ട് അല്ല, ഒരു ബക്കറ്റ് എന്നുള്ള വേർഡ് എന്തോ ഉണ്ടോ? ബക്കറ്റ് എന്നുള്ള വേർഡ്. ഓക്കെ, CDE ABCDE അങ്ങനെയൊക്കെ പേരുണ്ടായിരുന്നു. ABCD അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പേരുകൾ ഉണ്ടാവും. ഓക്കെ, ABCDE എനിക്ക് പെട്ടെന്നൊരു വേർഡ് കിട്ടിയതാണ്, പേരുള്ള വേർഡ്. സോ നമുക്കിവിടെ ഏറ്റവും ഒരു വലിയ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും ഇത് പല ആളുകൾ ഒഴിവാക്കാറാണ്. സോ നമുക്കിവിടെ ഒരു കാര്യം പഠിക്കണം. നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്താണെന്ന് പഠിക്കണം. എങ്ങനെ കോസ്റ്റ് പ്രൈസ് കാണാം? അതായത് ഒരാൾ 50 രൂപയ്ക്ക് വിറ്റു, 20% നഷ്ടത്തിന് വിറ്റു, അപ്പോൾ ഒരു കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. ഒരാൾ 72 വിറ്റു, അപ്പോൾ അയാൾക്ക് 20% ലാഭം കിട്ടി, അപ്പോഴും കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. അത് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് ഈ ടെക് ക്വസ്റ്റ്യൻ നിങ്ങളൊക്കെ സാധാരണ വായിച്ചു നോക്കുക. ഇതിൻ്റെ മീനിങ് ഒക്കെ കൂടി പറയുമ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യില്ല. ഇത് ആദ്യം ചെയ്യുക. എന്തിനാണെന്ന് ഞാൻ പറയാം. അങ്ങനെ 2 അരിയും കൂടി മിക്സ് ചെയ്യുകയാണ് ഒരാൾ ചെയ്യുന്നത്. ഈ 2 അരിയും കൂടി മിക്സ് ചെയ്തിട്ട് 64 വിൽക്കുകയാണ്. അപ്പോൾ എത്ര ലാഭം വരിക എന്നുള്ളതാണ്. 64 വിൽക്കുമ്പോൾ എന്ത് ലാഭം വന്നു കഴിഞ്ഞാലും ഈ വാങ്ങിയ വില 64 കുറയണം. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വ്യത്യാസം ബൈ തുടക്കത്തിലെ വാല്യൂ ഇൻറ്റു 100 ആണ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ 50 രൂപയ്ക്ക് വിറ്റു, 20% നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതിൻ്റെ 80%. 80%ആണ് 50. നമുക്ക് 100% കണ്ടുപിടിക്കേണ്ടത്. ആ രീതിയിൽ ആലോചിക്കാം. 20 നഷ്ടം വന്നാൽ പിന്നെ 80% വിൽക്കുന്നത്. അതാണ് 50. 100% എത്ര വരിക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ 50 × 100 50 × 100 ഈക്വൽ ടു 80 × ക്വസ്റ്റ്യൻ മാർക്ക് ആട്ടോ. അവിടെ 80 × ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ ചെറുതാക്കാൻ വേണ്ടി ഡയറക്റ്റ് പറയുകയാണ്. 80 × ക്വസ്റ്റ്യൻ മാർക്കിൽ ഇവിടെ 80 ചെയ്ത് വെച്ചു. ഇവിടെ 0. 500നെ 3 പ്രാവശ്യം പകുതിയാക്കണം. 500 ഒരു പ്രാവശ്യം പകുതിയാക്കുമ്പോൾ എത്രയാവും? 250. 125. 62 വരിക. ഒരെണ്ണം 62. ഇതിൻ്റെ ഈ സംഭവത്തിൻ്റെ 62. 62.5 കേട്ടോ വരും ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഈ 72 എടുത്ത് നോക്കാം നമുക്കിവിടെ. 72 120% എന്ന് പറഞ്ഞാൽ 72 ആണ്. കാരണം 20% ലാഭം കിട്ടുമല്ലേ. 100% എത്രയാണ് വരിക കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്കിവിടെ കണ്ടുവെക്കുക, നിങ്ങളെല്ലാം കണ്ടുവെക്കുക, 60 ആണ് വരിക. ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 60 കിട്ടും. അപ്പോൾ 60ൻ്റെ സാധനമാണ് അയാൾ 72 വിറ്റത്, 20% ലാഭം. അപ്പോൾ 60 നമ്മൾ എടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ പോയിന്റ് അല്ലെ 62.5 ഉണ്ട്. വേറൊരു റൈസ് 60 ഉണ്ട്. ഇത് മിക്സ് ചെയ്യണം. എത്രയാണ്? 7 അംശബന്ധത്തിലാണ് മിക്സ് ചെയ്യണത്. 3:2. ഈ 3:2 എന്ന് പറഞ്ഞ അംശബന്ധത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ഇത് 3 കിലോ വരും, ഇത് 2 കിലോയും വരും. അങ്ങനെ മിക്സ് ചെയ്യണത്. ഇവിടെ 120 വരും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ 3 5 15 ഇഷ്ടം 1 3 2 6 1 7 187.5 വരും. പിന്നെ ഇവിടെ 120 വരും. നോക്കി 60 2 120. സോ ഇവിടെ 0.5 7 വരും. 8 2 10 307.5 വരും അല്ലേ വരിക നമുക്കിവിടെ. 307.5 വരും. നോക്കാം നമുക്ക് 120 വരും. 6 3 5 15 ഇഷ്ടം 1 3 2 6 1 7 18 അല്ലേ 5 വരും. 7 2 10 307.5 വരിക. എത്രയാണ് 307.5 എന്ന് പറഞ്ഞാൽ 5 കിലോ അരിയാണ്. അപ്പോൾ ഇതിന് 5 കൊണ്ട് എന്തായാലും ഡിവൈഡ് ചെയ്യണം. 307.5 ഡിവൈഡഡ് ബൈ 5 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്കിവിടെ എത്ര 307.5 ഡിവൈഡ് ബൈ 5 എത്ര വരിക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ 5 ഡിവൈഡ് ചെയ്യാൻ കാരണം? 3:2 എന്നുള്ള മിക്സ് ചെയ്തിട്ട് 5 കിലോ. നമുക്കിവിടെ 1 കിലോയ്ക്ക് 64 ഉള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ 1 കിലോയുടെ വില എടുക്കാൻ വേണ്ടിയിട്ടാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണത്. സോ 5 6 30 61.5 വരും. അതാണ് 1 കിലോയുടെ വാങ്ങിയ വില മൊത്തത്തിൽ മിക്സ് ചെയ്യുമ്പോഴേ. അപ്പോൾ 61.5 നമ്മൾ വിൽക്കുന്നത് 64 രൂപയ്ക്കാണ്. ഇതിൻ്റെ ലാഭശതമാനം കണ്ടുപിടിച്ചാൽ മതി, അപ്രോക്സിമേറ്റ് കണ്ടാൽ മതി. എന്നാലും 2.5 കൂടിയത്. 2.5 കൂടുതൽ വന്നു. വാങ്ങിയ വില 61.5 × 100. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇത് കുറച്ച് ടൈം എടുക്കും ചെയ്യാൻ. 4.06 ഒക്കെയാണ് വരിക. നമ്മൾ നിയറസ്റ്റ് 4.1 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക. ഇത്രയാണുള്ളത്. സോ ഇത് നമ്മൾ നമ്പർ ഓഫ് കാൽക്കുലേഷൻസ് കൂടും ചില ക്വസ്റ്റ്യനിൽ. ഇട്ടിട്ട് പോയാൽ നമ്മളെന്താണ് നമ്മളീ ഇട്ടിട്ട് പോകും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തേക്കരുത്. തേക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അല്ലേ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വേണ്ട വെച്ചിട്ടിട്ട് പോകും. അതാണ് ഞാൻ തേക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇട്ടിട്ട് പോയി തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ റെയിൽവേ തേക്കും നിങ്ങളെ ഒഴിവാക്കുക. അപ്പോൾ അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ നിങ്ങളിതിനെ ഇഷ്ടപ്പെടുക. മാക്സിമം എന്താണ് സ്നേഹിച്ചു തുടങ്ങുക. സോ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ കൊള്ളാലോ ഇത് ഞാൻ ചെയ്യും. സോ ഒരു ആവേശത്തോടു കൂടി ചെയ്യാൻ. എന്തായാലും അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.